നമ്മുടെ മലയാളികൾക്ക് ഓസ്കാർ വരെ എത്താമെന്നൊരു പുതിയ സ്വപ്നം കൂടി തന്ന റസൂൽ പൂക്കുട്ടി. ആ റസൂൽ പൂക്കുട്ടിയോട് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം. പ്രത്യേകിച്ചും ടെക്നിക്കൽ ഏരിയയിൽ സിനിമ ഇന്ന് വളരെയധികം വളർന്നും മലയാള സിനിമ അന്തസ്സോടെ തലയുയർത്തി തുടങ്ങിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ റസൂൽ പൂക്കുട്ടിയെ പോലെ ഒരാൾ വന്ന് കുഞ്ഞനന്തൻ്റെ കട എന്ന് പറയുന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ആ സിനിമയുടെ വിശേഷങ്ങളും ഓഡിയോ ഡിസൈൻ എന്നുള്ള രീതിയിൽ എവിടേക്കൊക്കെ സിനിമയെ വളർത്താമെന്നും നമുക്ക് റസൂലിനോട് ചോദിക്കാം. 2 ദിവസം മുമ്പ് വരെ എനിക്ക് യാതൊരു ഉറപ്പില്ല കുഞ്ഞനന്തൻ്റെ കട റിലീസാവുന്നു. അതെന്താ ആ അവസ്ഥയിലായിരുന്നു. കട പൂട്ടി പോയി. എൻ്റെ കട പൂട്ടി. അല്ല, ഈ റസൂലിൻ്റെ കട പൂട്ടാൻ പോയത് എങ്ങനെയാണ്? ഞങ്ങളൊരു വലിയൊരു ടെക്നിക്കൽ ഒരു ഗ്ലിച്ച് ഉണ്ടായി. ഏറ്റവും നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് ഈ എന്നും റെക്കോർഡഡ് ആയിട്ടുള്ള എലിമെൻസുകളില്ലല്ലോ. ഇതെല്ലാം ഒരു ഡിജിറ്റൽ ഓട്ടോമേഷൻസ് ആണ്. ഒരു വിശ്വാസം മാത്രമാണ്. ഒരു വിശ്വാസം മാത്രമാണ്. അതൊക്കെ ചെയ്യുന്നു, കേൾക്കുന്നു, വിശ്വാസം. അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ സലീമുമായിട്ട് ചേർന്ന് ഞങ്ങൾ സിനിമ രണ്ടാമത് കണ്ട് അതിൻ്റെ 1-2 കറക്ഷൻസൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു. സലീം വണ്ടി കയറി പോന്നു. ഞാൻ വൈകുന്നേരം ചെന്നൈയിൽ കാണാം എന്ന് പറഞ്ഞ് നമ്മൾ പിരിയുന്നു. അങ്ങനെ പിരിഞ്ഞ് നമ്മൾ സലീം വിട്ട് ഒരു മണിക്കൂറിന് ശേഷം ഈ മിക്സറിൻ്റെ മദർ ബോർഡ് ക്രാഷാവും. പിന്നെ എനിക്കുള്ളൊരു ആത്മാർത്ഥമായ സംശയം ചോദിക്കട്ടെ, അപ്പോൾ ഇതൊക്കെ ഹയർ എൻഡുകളിലും ഈ ക്രാഷും കാര്യങ്ങളൊക്കെ നടക്കും? പിന്നെ എന്ത് ഹയർ എൻഡ് ആയാലും ഒരു ഹയർ എൻഡ് കമ്പ്യൂട്ടറാണല്ലോ അത്. അവനും ക്രാഷ് ചെയ്യാം. ക്രാഷാകും. അത് ക്രാഷാകുന്നതിന് പ്രത്യേക സാധാരണ അങ്ങനെ ഇത് ക്രാഷാകാറില്ല. അങ്ങനെ ക്രാഷ് ആയതിന് കാരണം അവർക്കും ഇത് ഉണ്ടാക്കിയ ഡിസൈനറിന് പോലും പറയാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ പിന്നിൽ പോയി നിന്ന് കർത്താവേ, യേശു ക്രിസ്തുവേ, അള്ളാഹുവേ, പരമശിവ എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കണക്ഷൻ തിരിച്ചു കുത്തി. പണ്ട് ഞാൻ ഉദയപൂരിൽ ഒരു 98 എന്നെ ഒരു അവിടെ 1947 മുതൽ ഒരു 72 വരെ ചെയ്ത പഴയ കുറേ റെക്കോർഡിങ്സ് ഉണ്ട് മഹാരാജാവിൻ്റെ മുന്നിൽ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് ഈ കഥ. എനിക്ക് തോന്നുന്നത് റസൂലിൻ്റെ ഒരു രാജയോഗം തുടങ്ങിയിട്ടുള്ളത് അവിടെ നിന്നാണ് അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് റസൂല് രാജാവിൻ്റെ കാറിൽ തിയേറ്ററിൽ പോയ കാര്യവും അപ്പോൾ തിയേറ്റർ മുഴുവൻ ഒഴിവാക്കിയ കാര്യമൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് ശരിക്കും പറയാൻ പറ്റും. കാരണം അതെനിക്ക് തോന്നുന്ന ഒരു ടെക്നിക്കൽ ബ്രില്യൻസ് അവിടെ തൊട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് ഇത് ധ്രുപദ് മ്യൂസിക്, അത് ധ്രുപദ് എന്ന് പറയുന്നത് ഏൻഷ്യൻ ഫോം ഓഫ് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കാണ്. അതിൻ്റെ എക്സ്പൊണൻസ് ഡാഗർ ബന്ധൂസ്, ഡാഗർ ഫാമിലി, ധ്യാൻസൻ്റെ ഇപ്പോഴത്തെ ഒരു 20ാം ജനറേഷൻ ആണ്. ഡാഗർ ഫാമിലി എന്ന് പറയുന്നത് മ്യൂസിഷ്യൻസ് ആണ്, കിങ്സ് അല്ല. ധ്യാൻസൻ്റെ ഫാമിലി, ധ്യാൻസൻ തുടങ്ങിയ ഫാമിലി എന്നുള്ള ധ്യാൻസൻ്റെ 20ാം ജനറേഷനാണ് ഇപ്പോഴുള്ള ഡാഗർ ബ്രദേഴ്സ് എന്ന് പറയുന്നത്. 21ാം ജനറേഷൻ. അവർ ധ്യാൻസൻ അക്ബറിൻ്റെ കൊട്ടാരത്തിലെ മറ്റേ മഴ പെയ്ച്ച ആള് ദേഹപ്പള്ളികളെ. അവിടുന്ന് മുഗൾസും രാജ്പുത്തുമായിട്ടാണല്ലോ അടിയുണ്ടായത്, യുദ്ധം. അങ്ങനെ പാനിപ്പത്ത് അറിയില്ല. പാനിപ്പറ്റ് പറഞ്ഞപ്പോൾ മനസ്സിലായി. അത് ഇവര് തമ്മിലുള്ള പ്രശ്നമാണെന്നൊന്നും ഓർമ്മയുണ്ടായില്ല. റാണാ പ്രതാപ് സിംഗ് ചേതക് കുതിര കയറി. മനസ്സിലായി. എന്ത് കഷ്ടമാണ്. അമർ ചിത്ര. അപ്പം അവിടുന്ന് എങ്ങനെയോ ഇവര് ചാടി തിരിഞ്ഞ് മേവാർ ഡൈനാസ്റ്റിയിലെത്തി. അപ്പം ഇപ്പോൾ ധ്രുപദിൻ്റെ ഒരു ഉദയപൂർ കൊട്ടാരമായിരുന്നു അവരുടെ ആസ്ഥാന, അവിടുത്തെ ആസ്ഥാന ഗായകരായിരുന്നു ലാസ്റ്റ്. അപ്പോൾ അന്ന് ഈ മ്യൂസിക് റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ശീലമുണ്ട്. അന്ന് ഈ ലാസ്റ്റ് ഇപ്പോഴത്തെ ഇരിക്കുന്ന രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ, ആ രാജാവ് വളരെ വിഷ്ണുയായിട്ടുള്ളൊരു അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിൽ പെർഫോം ചെയ്ത ഈ റെക്കോർഡിങ്സ് ഒക്കെ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് വെച്ചു. അപ്പോൾ അന്നത്തെ ഒരു വാൽവ് മെഷീനിലാണ്, ഫെറോഗ്രാഫ് എന്ന് പറഞ്ഞൊരു വാൽവ് മെഷീനിൽ. ഇതിനെ റിസ്റ്റോർ ചെയ്യാനായിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഡിജിറ്റൽ മീഡിയത്തിൽ. അപ്പോൾ ഇത് ടേപ്പ് ഉണ്ട്, കുറേ റെക്കോർഡിങ്സ് ഉണ്ട്. ഇത് എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയത്തില്ല. ഒരു സെല്ലർ തുറന്നപ്പോൾ അത് കണ്ട്, അപ്പോൾ അച്ഛൻ്റെ വകയായിട്ട് ഇരിക്കുന്ന ഒരു, നമ്മളിവിടെ നിലവറ തുറന്നപ്പോൾ സ്വർണ്ണാഭരണം കണ്ട പോലെ അവർ നിലവറ തുറന്നപ്പോൾ മ്യൂസിക് കണ്ടു. അപ്പോൾ ഇത് എനിക്ക് കുറി വീണു. ഞാൻ അവിടെ പോയപ്പം ഇത് സംഭവമൊക്കെ കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന്, അവിടെ അടുത്ത് പിച്ചോള ലേക്ക് ഉണ്ട്.
അപ്പോൾ ഒരു 80% ഹ്യൂമിഡിറ്റിയാണ് ഈ കൊട്ടാരം ചുറ്റുവട്ടം മുഴുവൻ. അപ്പം ഇത് ഒക്കെ ഭയങ്കര ഡീഗ്രേഡ് ചെയ്ത് പോയി. മാഗ്നറ്റിക് ഫ്ലക്സ് ഒക്കെ പിന്നെ ഇതൊക്കെ ഫ്ലേക്സ് ഒക്കെ ഇളകിയിട്ട്. അപ്പോൾ ഇതൊന്ന് കെമിക്കലി റിസ്റ്റോർ ചെയ്യുക. എന്നിട്ട് ഇതിനെ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഇവനെ ഒരു ഡിജിറ്റൽ മീഡിയത്തിലേക്ക് ട്രാൻസ്പോസ് ചെയ്യുക. അപ്പോൾ ഇത് എന്ത് ചെയ്യണമെങ്കിലും ഈ ഒറിജിനൽ റെക്കോർഡർ ഓൺ ആകണം. അപ്പോൾ നമ്മൾ തുറന്നു വെച്ചു, വാൽവ് മെഷീനാണ്, തുറന്നു വെച്ചു, സ്വിച്ച് ഇട്ടു. അപ്പം ഒരു വാൽവ്, ഈ വാൽവ് കത്തി എല്ലാ വാൽവും കത്തുന്നത്, എല്ലാ വാൽവും കത്തുന്നുണ്ടെങ്കിൽ സംഭവമാണ്. അപ്പോൾ ഇദ്ദേഹം മിഷനറി ആക്കണം. അന്ന് ഇദ്ദേഹം 2 എണ്ണം വാങ്ങി വെച്ചു. ഇന്ന് കമ്പനി കൂട്ടി. ഈ ഫെറോഗ്രാഫ് എന്ന് പറഞ്ഞ കമ്പനി ഇന്ന് ലണ്ടനിൽ ഇല്ല. അപ്പോൾ ഞാൻ 2 എണ്ണം തുറന്നു. ഈ വാൽവ് അവിടെ കത്തുന്നു, ഇവിടെ കത്തുന്നില്ല, അതിന് ഊരിനകത്തിട്ടു. അങ്ങനെ ഇട്ടൊരെണ്ണത്തിന് വർക്കിംഗ് കണ്ടീഷനിലാക്കി. അങ്ങനെയാണ് റേഡിയോ റിപ്പയർ ചുരുക്കം. ഭാഗ്യം കൊണ്ടൊരെണ്ണം ശരി കിട്ടി. അങ്ങനെ ചെയ്തു. അപ്പോൾ അതേ അവസ്ഥയായിരുന്നു. അപ്പോൾ അന്ന് വിളിച്ച വിളി ഈ ആഴ്ചയും വിളിച്ചു അല്ലേ? റസൂല് സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ വരുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഒരുപാട് ഊഹാപോഹങ്ങൾ നടക്കാറുണ്ട്. അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു മറിക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ സിനിമയ്ക്ക് സംഭവിച്ചോ? അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. അത് പിന്നെ ഇത് സിംഗ് സൗണ്ട് ആയിരുന്നല്ലോ. ആദ്യമായിട്ട് മലയാള സിനിമയിൽ പിന്നെ മമ്മൂക്ക സിംഗ് സൗണ്ട് ചെയ്യുന്നു. മമ്മൂക്ക ആദ്യമായിട്ടല്ല, രണ്ടാമത്തെ സിനിമയാണ്. പക്ഷേ ഇതിൽ മമ്മൂക്കയ്ക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് കണ്ണൂർ ഡയലക്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരന് ഒന്ന് ഡയലോഗ് കാണാൻ പഠിക്കണം. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക്. പിന്നെ ഈ കണ്ണൂരിൻ്റെ ഡയലക്റ്റ് പിന്നെ എടുക്കുക, അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഒരു അന്യഭാഷാ ചിത്രത്തിൽ എന്തുമാത്രം ബുദ്ധിമുട്ടോടെ പണിയെടുക്കുന്നു അതുപോലെ അദ്ദേഹത്തിന് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം ലൊക്കേഷനിലേക്ക് 2 ഷോക്കാണ് കിട്ടിയത്. ഒന്ന് നമ്മളിങ്ങനെ ചെന്നിറങ്ങിയപ്പോൾ ആർട്ട് ഡയറക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞു നല്ല ചൂടാണല്ലോ, പാലക്കാടാണ്, നല്ല ചൂടാണല്ലോ. പാലക്കാടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതെ, കഥ കണ്ണൂർ നടക്കുന്നത്. അപ്പം ഉടനെ ആർട്ട് ഡയറക്ടർ പറയാം, അത് കുഴപ്പമൊന്നുമില്ല സാറേ, ഉച്ചയ്ക്ക് ശേഷം നല്ല കാറ്റാണ്. സൗണ്ട് എഞ്ചിനീയർക്ക് കേട്ടപ്പോൾ തന്നെ ഹാപ്പി അല്ലേ? ഞാൻ ചുറ്റിനും നോക്കുമ്പോൾ മരങ്ങൾ നിറച്ച് ഇല നിൽപ്പുണ്ട്. അപ്പോൾ കാറ്റത്ത് ഇല അടിച്ചിട്ട് ഇങ്ങനെ ഒരുമാതിരി ചാനൽ നോയ്സ് പോലെ ഇങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കാം. അപ്പോൾ ഞാനിങ്ങനെ നിന്നിട്ട് പറഞ്ഞു, നല്ല ജ്യോതിഷേ, ഇതൊന്ന് ഇലയൊക്കെ ഊരാൻ പറ്റുമോ? അപ്പോൾ അയാൾ എന്നെ ഇങ്ങനെ നോക്കി, ഇതെന്താണ് സംഭവം. ഞാൻ എൻ്റെ ഉള്ളിൽ തോന്നിയൊരു കാര്യം ഉറക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഞാൻ പോയി കട സെറ്റ്, ഇദ്ദേഹം പറഞ്ഞ് സെറ്റ് ഇടുന്നു, പിന്നെ സലീം പറഞ്ഞ് നമ്മൾ സെറ്റ് ഇടുകയാണ്, എല്ലാം കൺട്രോളിംഗ് ആണ്. ഇവിടുത്തെ ബോംബെ ഞാൻ പറഞ്ഞ സൗണ്ട് സെക്യൂരിറ്റിയെ കൊണ്ടുപോകണം, നമുക്കൊക്കെ വെച്ചിട്ട് പിന്നെ പുറത്തൊക്കെ റെക്കോർഡ് വലിയ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം പറഞ്ഞില്ല, കുഴപ്പമില്ല, നമ്മൾ സെറ്റ് ഉണ്ടാക്കിയിരിക്കാം. ഞാൻ പറഞ്ഞു, സെറ്റിൽ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാര്യം നമ്മൾ സെറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ആക്ച്വൽ സെറ്റ് അല്ലത്. വാൾ കൊളാപ്സിബിളാണ്. അപ്പം നമ്മൾ പിന്നെ വാൾ റെഡിയല്ല, ഫ്ലോർ കറക്റ്റ് അല്ല, എല്ലാം നമ്മൾ ഇറക്റ്റ് ചെയ്തുണ്ടാക്കുന്ന സാധനമാണ്. ഒന്നും കറക്റ്റ് ആയിരിക്കത്തില്ല. ഇതൊരു ഫോൾസ് അക്കോസ്റ്റിക്സ് ഉണ്ടാകും. അതിൻ്റെ സൗണ്ടുകൾ നാച്ചുറലും ആയിരിക്കില്ല. അപ്പം അതുകൊണ്ട് സെറ്റാണ് ഏറ്റവും ഡിഫിക്കൽട്ട് സിംഗ് സൗണ്ട്. കാര്യം നിങ്ങൾ ചെയ്യുന്ന സൗണ്ട് തെറ്റായി പോവുകയാണെങ്കിൽ ദാറ്റ് വുഡ് മേക്ക് ഇറ്റ് ഫീൽ മോർ ലൈക്ക് എ സെറ്റ്. ആ ഫോൾസ് അക്കോസ്റ്റിക് കേട്ടാൽ നമുക്ക് അറിയാതെ സെറ്റാന്നറിയാം. അപ്പോൾ നമ്മൾ എന്ത് നാച്ചുറൽ സെറ്റിംഗ് ഉണ്ടാക്കിയാലും ഇത് ഫിലിമിന് എഗൻസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ അതെൻ്റെ വലിയൊരു കൺസേൺ ആണ്. സെറ്റിൽ ചെയ്യുന്ന പറഞ്ഞാൽ വർക്ക് ചെയ്യുമ്പോൾ വലിയ കൺസേൺ ആണ്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ പക്കായിട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രോപ്പർ കട കാണാൻ നാച്ചുറലാണ്. അല്ലല്ല, പ്രോപ്പർ കട ഉണ്ടാക്കി വെച്ചിട്ട് താറയൊക്കെ ഇട്ട് ഇടിച്ച് കോൺക്രീറ്റ് ഒക്കെ ഉണ്ടാക്കി പ്രോപ്പർ കട. അപ്പോൾ ഞാൻ ചോദിച്ചു, എല്ലാം ചെന്ന് നോക്കി. ഞാൻ ചോദിച്ചു, നമ്മൾ സാധാരണ സെറ്റ് ഉണ്ടാക്കുമ്പോൾ 3 വാളിലുണ്ടാവുള്ളൂ, കൊളാപ്സ്, 4th വാൾ കൊളാപ്സിബിൾ ആണ്, റൂഫ് ഒരിക്കലും ഫിക്സ്ഡ് അല്ല. അപ്പോൾ ഞാൻ നോക്കി, അപ്പം പറഞ്ഞു, ഈ റൂഫ് മുകളിലേക്ക് പൊക്കാൻ പറ്റല്ലേ? ഇല്ല സാർ, അതെന്തിനാ റൂഫ് പൊക്കുന്നത്? ഞാൻ പറഞ്ഞു, അല്ല, നമ്മൾ ഇങ്ങനെ ഷോട്ട് എടുക്കുകയാണെങ്കിൽ ഭൂമിയോടെ വെക്കുക, ഭൂമി റൂഫിൽ തട്ടില്ലേ? അയ്യോ സാർ, നമ്മൾ നന്നായിട്ട് ആലോചിച്ചിട്ടില്ല സാർ. എന്താ വെച്ചാൽ ഇവർക്ക് സിങ്ക് സൗണ്ട് വെച്ച് പരിചയമില്ലല്ലോ, മനസ്സിലായി, ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവുന്നില്ലല്ലോ. അപ്പം 2ാമത്തെ അടി ഫിലിമിൻ്റെ ഏകദേശം ഒരു 40 മിനിറ്റോളം ഈ കടയാണ്. കടയ്ക്കകത്ത് ഞാൻ കുടുങ്ങി. കടയിലൊരു എലിയുണ്ട്. എലി കുടുങ്ങിയ പോലെ നമ്മൾ എലി കുടുങ്ങിയതുപോലെ പത്തായം ഇല്ലെന്നേ ഉള്ളൂ. അങ്ങനെ പിന്നെ അവിടെ കിടന്ന് നമ്മുടെ സാധാരണ കുട്ടിക്കരണം മറിഞ്ഞ് എന്തൊക്കെയോ